ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ നേരത്തെ മനസ്സിലായോ? ശ്രദ്ധിച്ച് കണ്ടു ചോദിച്ചോളാം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. ഇല്ലെങ്കിൽ നോക്കിയോ, ഇല്ലെങ്കിൽ കുമ്പര ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെ. എനിക്ക് പറയാതിരിക്കാൻ, എനിക്ക് പാട്ട് പാടിയിട്ട് കാശ് വാങ്ങിട്ട് വീട്ടിൽ പോകാൻ പറ്റും, എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നേ. അപ്പൊ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തി നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മൾ ഒരുപാട് തവണ പരിശോധിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അന്ന് നമ്മളിതൊന്നും കണ്ടില്ല. കണ്ട മക്കളെ, നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ മരിച്ചുള്ള പണിയുണ്ട്. മര്യാദയ്ക്ക് സിനിമ കാണുന്ന ഒരു രാഷ്ട്രീയം കണ്ടോ നിങ്ങൾ? അവരെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ട് വന്നേക്കാൻ മരിക്കാറുണ്ട്. വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീലങ്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന വേടന്റെ ഫാമിലി കേരളത്തിൽ അഭയം നേടിയതിനു ശേഷം ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംഘപരിവാർ സംഘടനകളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തിന് നന്നായി ബീഫ് കഴിച്ചിട്ട് വന്നിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വേടൻ പറയുന്നത് ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം കുത്തിനിറക്കാൻ വരുന്നതാണ്. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല, ഭക്ഷണത്തിന് മുമ്പുണ്ടായിരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന രാഷ്ട്രീയം കൂടെ വേടൻ ചർച്ച ചെയ്യണമായിരുന്നു. ആർഷവിദ്യാ സമാജം വേടൻ വിസിറ്റ് ചെയ്യണമായിരുന്നു. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കണമായിരുന്നു. അത് കേൾക്കാൻ വേടനെ കൊണ്ട് കഴിയില്ല. കാരണം വേടൻ ചിലർ കടിമപ്പെട്ട് ജീവിക്കുകയാണ്. എല്ലാവരും മോശക്കാരാണെന്ന അഭിപ്രായമൊന്നുമില്ല, എല്ലാ മതസ്ഥരും മോശക്കാരാണെന്ന അഭിപ്രായമില്ല. പക്ഷേ എതിർക്കപ്പെടേണ്ടതാണ്. ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളുടെ ജീവിതം അത് വളരെ വലുതാണ്. അഖിലയും നിമിഷയും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ട് നിൽപ്പുണ്ട്. ഈ അടുത്ത സമയത്താണ് തിരുവനന്തപുരത്ത് നിന്നും NIA ഒരു SDPക്കാരനെ അറസ്റ്റ് ചെയ്തത്. ബീഫിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാത്രം ഒതുക്കുന്ന നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, കേരള സ്റ്റോറിയിൽ പറയുന്ന ലവ് ജിഹാദ് ഇവിടെ ഇല്ലേ? ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?